നമസ്കാരം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ടിവികെക്കുണ്ടെന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇതുവരെ ബോധ്യപ്പെടാത്തതിനാൽ വിജയ് നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കില്ല എന്ന് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റു പാർട്ടികൾ കൂടി സഖ്യത്തിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നിലവിലെ ഔദ്യോഗിക സാഹചര്യം വിശദീകരിച്ച് വൃത്തങ്ങൾ അറിയിക്കുന്നു. അതിനിടെ ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടു. നേരത്തെ ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അടുത്ത സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം വിജയ് ഉന്നയിച്ചിരുന്നു. 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്ന തമിഴക വെട്രിക്കഴകത്തിന് ഭൂരിപക്ഷത്തിനാവശ്യമായ 118 എന്ന സംഖ്യയിലെത്താൻ കുറഞ്ഞത് 10 സീറ്റുകൾ കൂടി ആവശ്യമുണ്ട്. കോൺഗ്രസിന്റെ 5 സീറ്റുകൾ കൂടി ചേരുന്നതോടെ ഈ സംഖ്യ 112 ഉയരും. വിജയ് വിജയിച്ച 2 സീറ്റുകളിൽ ഒന്ന് ഒഴിവാക്കിയാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ ടിവിക്ക് ഇനിയും 6 സീറ്റുകളുടെ കുറവ് നികത്തേണ്ടതുണ്ട്. സഭയിൽ തന്റെ സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുക എന്നതാണ് വിജയ് ഇനി സ്വീകരിക്കേണ്ട അടുത്ത ഘട്ടം. 112 MLA-മാരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവുമായി വിജയ് രാജ്ഭവനിലെത്തിയെങ്കിലും അത് മതിയാകില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. 118 പേരുടെ പിന്തുണയുമായി വരൂ എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയോട് പറഞ്ഞതായാണ് വിവരം. ഇതോടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ വീണ്ടും സജീവമായി. 5 MLA-മാരുള്ള കോൺഗ്രസിന്റെ പിന്തുണ തനിക്കുണ്ടെന്ന് വിജയ് ഗവർണറെ അറിയിച്ചെങ്കിലും കൂടുതൽ അംഗങ്ങളെ ഒപ്പം ചേർക്കാൻ അദ്ദേഹം സമയം ചോദിച്ചതായാണ് സൂചനകൾ. സഖ്യകക്ഷികൾ ഇപ്പോഴും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. DMK-യെ സഖ്യകക്ഷിയായ വിടുതലൈ ചിറുതൈകൾ കച്ചി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നിർണായക യോഗം ചേർന്നതിന് ശേഷം മാത്രമേ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കൂ. ഇടതുപക്ഷ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കുന്നത് മെയ് 8 മാറ്റിയിട്ടുണ്ട്. VCKയും ഇടതുപക്ഷ പാർട്ടികളും DMK നയിക്കുന്ന സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം വിജയ് ഉന്നയിച്ചെങ്കിലും അധികാരം ഇപ്പോഴും ഒരു കയ്യകലെ തന്നെ നിൽക്കുകയാണ്. സ്വതന്ത്രർ ഉൾപ്പെടെ കോൺഗ്രസ് അല്ലാതെ മറ്റാരൊക്കെ വിജയ് ടീമിന്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. 2 സീറ്റുകൾ നേടിയ VCK എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ നടത്തി വരികയാണ്. DMK 59 സീറ്റുകളും AIADMK 47 സീറ്റുകളും PMK 4 സീറ്റുകളും നേടി. കൂടാതെ IUML, CPI, CPM എന്നിവർക്ക് 2 സീറ്റുകൾ വീതവും BJP, DMDK, AMMK എന്നിവർക്ക് ഓരോ സീറ്റ് വീതവും ലഭിച്ചു. CPI, CPIM എന്നീ പാർട്ടികൾക്ക് ലഭിച്ച 2 സീറ്റുകൾ വീതമുള്ള ആകെ 4 സീറ്റുകളും സഖ്യസാധ്യതകളിൽ നിന്നും പുറത്തല്ല. എങ്കിലും നിലപാട് വ്യക്തമാക്കാൻ മെയ് 8 വരെ സമയം വേണമെന്ന് ഇരു പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. TVK, AIADMK സഖ്യമെന്ന മറ്റൊരു ബദൽ നീക്കത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ശക്തമായി തുടരുന്നുണ്ട്. AIADMKക്ക് 47 സീറ്റുകളുള്ളതിനാൽ വിജയുടെ പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കുന്ന ഈ സഖ്യം ധാരാളമാണ്. ഇതിൽ 30 MLA-മാരെങ്കിലും TVK പിന്തുണയ്ക്കാൻ താല്പര്യമുള്ളവരാണെന്നും പറയപ്പെടുന്നുണ്ട്. TVK പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം തമിഴ്നാട് ഘടകത്തിന് പൂർണ്ണ അധികാരവും നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ BJP അധികാരത്തിൽ വരുന്നത് കാണുന്നതിനേക്കാൾ ഒരു മതേതര സർക്കാരിനെ പിന്തുണയ്ക്കുന്നതാണ് തങ്ങൾ താല്പര്യപ്പെടുന്നതെന്ന് തമിഴ്നാട് കോൺഗ്രസ് ഇൻചാർജ് ഗിരീഷ് ചോദങ്കർ പ്രഖ്യാപിച്ചിരുന്നു.